പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമാണോ? അല്ല അല്ല. അതെ, അതെയോ? അല്ല. അവ അല്ല എന്ന് ഉറക്കെ പറയുകയാണ് ഖാദി തൊഴിലാളിയായ കോഴിക്കോട്ടെ ഈ 55-കാരി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ഈ വീട്ടമ്മ അഭിഭാഷകയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊയിലാണ്ടി എടക്കുളം സ്വദേശിനി പത്മിനി നീട്ടൂളി ഒരു മാതൃകയാണ്. ഈ വീട്ടമ്മയുടെ ഈ വിദ്യാർത്ഥിനിയുടെ വിശേഷങ്ങൾ നോക്കാം. ഞാനൊരു നെയ്ത്തുകാരി, നെയ്തുകൂട്ടും നിതാ പുതുപുത്തൻ പുടവകൾ. ദിഗംബരന്മാരെ നിങ്ങൾ വന്നെടുത്തുടുക്കുവിൻ, നാണം മറയ്ക്കുവിൻ. ഊണിൽ ഉറക്കമില്ലാണ്ടു ഞാൻ നെയ്യുന്നു, പിറന്ന നാടിൻ്റെ നഗ്നത മറയ്ക്കുവാൻ. നിങ്ങളുടെ ബീഭത്സ രൂപത്തെ ദർശിച്ച് എൻ്റെ പെൺമക്കൾ അലറിക്കരയുന്നു. അവരെ ഞാൻ എങ്ങനെ വിട്ടയക്കും ചുരന്ന നെഞ്ചിൻ്റെ ചൂടിൽ നിന്നും? അവരെ ഞാൻ എങ്ങനെ വിട്ടയക്കും ചുരന്ന. പ്രീ ഡിഗ്രി 1ാം വർഷത്തിനിടെയാണ് പത്മിനി നീട്ടൂളിയുടെ പഠനം മുടങ്ങിയത്. കുടുംബത്തിലെ മൂത്ത കുട്ടിയായതിനാൽ വിദ്യാഭ്യാസം തുടരുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടായതോടെ പഠനം ഉപേക്ഷിച്ചു. വിവാഹം കഴിഞ്ഞെങ്കിലും പഠനത്തിലേക്ക് മടങ്ങി വരാനായില്ല. ഈ വേളയിലും എഴുത്തും വായനയും തുടർന്നു. ഇതിനിടെ എഴുതിയ ഒരു കവിത മക്കൾ കണ്ടെത്തി പുരസ്കാരത്തിന് അയച്ചതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചതോടെ തുടർന്ന് പഠിക്കണമെന്ന മോഹം ഉദിച്ചു. അതാണ് ബിരുദാനന്തര ബിരുദം വരെ എത്തിച്ചത്. എന്നെക്കാട്ടും പഠിക്കുന്നവരാണ് എൻ്റെ അനിയന്മാർ. അപ്പോൾ 3 കൂടി പഠിപ്പിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പഠനം അന്ന് നിലച്ചു പോയതാണ്. +2 ചേർന്നു. അപ്പോൾ പോയ സമയത്ത് എനിക്ക് വലിയ പ്രയാസമൊക്കെ തോന്നി. ചെറിയ കുട്ടികളെപ്പോലൊക്കെ ഈ പ്രായമുള്ള ഞാൻ പഠിക്കണ്ടേന്നൊക്കെ ഉള്ളൊരു അപകർഷതാബോധമൊക്കെ തോന്നി. പക്ഷേ അവിടെയുള്ള അധ്യാപകരൊക്കെ തന്നെ നല്ല പ്രോത്സാഹനമൊക്കെ തന്ന് ഞങ്ങൾ അവിടെയുള്ളൊരു നല്ല കുട്ടിയെ ലീഡറൊക്കെ ആയി. ക്ലാസ്സിൽ ലീഡർ ഈ പ്രായത്തിൽ ഞാൻ ബോർഡ് മയക്കാനും ചോക്കുണ്ട് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പഴയ ക്ലാസ് മുറി പഴയ മുറ്റം വീണ്ടും ഒരു കുട്ടിയായി മലയാളത്തിൽ ബിരുദെടുക്കണമെന്ന് വിചാരിച്ച് പോയ ഞാൻ ഭരണഘടന പഠിക്കുന്നതോടുകൂടിയാണ് എനിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഞാൻ പിന്നെ ബിരുദം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ചേരുന്നത്. പിന്നെ ഞാൻ PGക്ക് ചേർന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ MA പൊളിറ്റിക്കൽ സയൻസ് ചേർന്നു. അപ്പോൾ അതും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ പാസ്സാവാൻ പറ്റി. ഖാദി തൊഴിലാളിയായ ഇവർ ത്രിവത്സര നിയമപ്രവേശന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ പ്രായമായാലും നമ്മളിപ്പം വിചാരിക്കും പഠിക്കാൻ പറ്റൂല. അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്. പ്രായമായവർക്ക് പഠിക്കാൻ പറ്റില്ല, അവർക്ക് ബുദ്ധി കുറഞ്ഞു പോകുന്നതെന്നൊക്കെ ഉള്ളത്. നമുക്ക് കുട്ടികളെപ്പരം മത്സരിച്ച് പഠിച്ചിട്ട് ഓനെക്കാട്ടും മാർക്കിലൊക്കെ എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രയാസമില്ലാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ലല്ലോ. പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് ഇവിടെ വന്ന് ഖാദിയിൽ വന്ന മക്കളെയൊക്കെ പഠിപ്പിച്ചതും. അപ്പം ഞാനിങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, എന്തിനാ അങ്ങനെ പഠിക്കുന്നത്, ഇനി എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോയെന്ന് അവർ ചോദിക്കുന്നത്. തൊഴിലാളി സ്ത്രീ എന്തിനു പഠിക്കുന്നു എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത. എനിക്ക് ജോലിയിലൊരു കയറ്റം കിട്ടാനില്ല, പുതിയ ജോലി കിട്ടേണ്ട പ്രായം കഴിഞ്ഞു പോയി, ഇനി ജോലി കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ജോലി എന്നതിനപ്പുറം വിദ്യാഭ്യാസത്തിന് നമ്മളെ നാട്ടിൽ മാത്രമേ ഇങ്ങനെ അത്ര ചെറുതാക്കി കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവ് ബാലൻ, മക്കളായ വിഷ്ണു പ്രസാദ്, ഹരിപ്രസാദ് എന്നിവർക്കൊപ്പം സഹപ്രവർത്തകരും നൽകുന്ന പിന്തുണയാണ് പത്മിനിയുടെ കരുത്ത്. ആകാശ പൊന്നാലിനിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പീവ തുമ്പക്കുട. പഠിക്കാൻ മനസ്സുണ്ടായാൽ മതി, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ് പത്മിനി. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു മാതൃകയാണതല്ലേ. ഇപ്പൊ ഒരുപാട് വീട്ടമ്മമാരും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അല്ലെ? ഒരുപാട് പഠിക്കുന്നവരുണ്ട്. സ്മിത അങ്ങനെ ഒരാളെ വയസ്സാണ്, അതെ, +2 പഠിക്കുക. ഭയങ്കര സന്തോഷം. കാരണം പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു പോയത്. മാത്രമല്ല PhD ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ കണക്ക് കൂട്ടുമ്പോ ആ പ്രായത്തിൽ ആരോഗ്യം ഉണ്ടാകുന്ന പേടിയാണ്. അപ്പൊ പറയാ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പോസിറ്റീവ് എനർജി. ഈ ചേച്ചി, അതെ, പത്മിനി ചേച്ചി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ കൂടുതൽ പേർക്ക് ഇതൊരു ഊർജ്ജം പകരണം. നമുക്കും അങ്ങനെ തന്നെയാണ്.